സ്തുതിയായിരിക്കട്ടെ. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. സങ്കീർത്തനങ്ങൾ 118:14. ആദത്തിന്റെയും അവയുടെയും അനുസരണക്കേടിലൂടെ മനുഷ്യമക്കളുടെ മേൽ തിന്മയുടെ ആധിപത്യം പ്രവേശിച്ചു. അന്നു മുതൽ രക്ഷ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അനുസരണക്കേടിൽ അത് വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുകയും ചെയ്യുന്നു. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപത്തിന് അടിമയായി. ഇസ്രായേൽ ജനം പറയുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുമ്പോൾ ശത്രുക്കൾ അവരെ അടിമയാക്കി കൊണ്ടുപോകും. അടിമയായിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിനോട് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ കർത്താവ് അവരെ മോചിപ്പിക്കുകയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഇത് ദാവീദിന് മനസ്സിലാകുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവെ എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അങ്ങയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് എല്ലായ്പ്പോഴും ചിന്തിക്കുവാനും സംസാരിക്കുവാനുമുള്ളത്. മറ്റാരും എനിക്കില്ല. കർത്താവെ, നീ തന്നെയാണ് എപ്പോഴും എനിക്ക് ബലം. അവിടുന്ന് രക്ഷ നൽകി. എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ കുറവുകളിലും അടിമത്തത്തിലും നീയാണ് എന്നെ രക്ഷ.